നമുക്കിന്നൊരു വെറൈറ്റി ആയാലോ? ഫ്രൂട്ട്സ് കഴിക്കാൻ മടിക്കുന്ന കൊച്ചു മക്കൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുത്താലോ? ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ട് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവുക. ഇത് നിങ്ങൾ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണേ. ഇതിനു വേണ്ടി 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചു. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം 150 ഗ്രാം കണ്ടൻസ് മിൽക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നില്ല, അതിന് പകരം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ആ മിൽക്ക് ഇല്ലാത്തവർ ഷുഗർ ആഡ് ചെയ്താലും മതി, അത് മസ്റ്റല്ല. ഷുഗർ ആഡ് ചെയ്താലും ഇതേപോലത്തെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കണം. ഇതിലേക്ക് 4 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ തണുത്ത പാലിൽ മിക്സ് ചെയ്ത് വച്ചേക്കുക. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ കലക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുക്കാൻ പാടില്ല. എന്നാന്ന് വെച്ചാൽ അടിയിലാണെങ്കിൽ ഇതൊന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് കൈ എടുക്കാനേ പാടില്ല, കടഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ടിത് ഒന്ന് കുറുകി കിട്ടും. നല്ല തിളച്ച് വന്ന് കുറുകി കിട്ടുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്ത് വെച്ച് ഈ മിൽക്ക് പുറത്ത് നമുക്ക് കുറച്ച് നേരം തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം. തണുപ്പിക്കാൻ വച്ചതിന് ശേഷം ഇത് എടുത്ത് നമുക്ക് ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കസ്റ്റർഡ് മിൽക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കപ്പ് മാതുളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കപ്പ് ആപ്പിൾ ഇട്ട് കൊടുക്കാം. അതേ ക്വാണ്ടിറ്റിയിൽ, എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി, അതേ ക്വാണ്ടിറ്റിയിൽ ബനാന ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 സ്പൂണ് ബേസിൽ സീഡ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ബദാം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ബദാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് കാഷ്യൂനട്ടോ എന്ത് ഇരിപ്പുണ്ടോ അത് നമുക്ക് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അവർ നന്നായിട്ട് കഴിക്കും. പിന്നെയും പിന്നെയും അവർ മമ്മി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കും. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ. നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്.